സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ മംദാനിയുടെ ഒരു എക്സിലെ പഴയ പോസ്റ്റ് മലയാളികൾ വീണ്ടും ചർച്ചയാക്കിയിരുന്നു. 5 വർഷങ്ങൾക്ക് മുന്നെയായിരുന്നു മംദാനി ആ പോസ്റ്റ് ഇട്ടത്. എങ്ങനെയുള്ളൊരു മേയറെയാണ് ന്യൂയോർക്ക് നഗരത്തിന് വേണ്ടത് എന്നൊരു ചോദ്യം. തൻ്റെ ഉത്തരമായി മംദാനി ഇട്ടത് CPIM പുതുച്ചേരി ഘടകത്തിൻ്റെ ഒരു പോസ്റ്റായിരുന്നു. CPMൻ്റെ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മേയറായി ചുമതലയേറ്റപ്പോൾ അഭിനന്ദിച്ച് പോസ്റ്റിട്ട പുതുച്ചേരി CPMൻ്റെ പോസ്റ്റാണ് അദ്ദേഹം റീട്വീറ്റ് ചെയ്തത്. 2020-ലാണ് 24-ാം വയസ്സിൽ തിരുവനന്തപുരത്തിൻ്റെ മേയറായി ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റത്. സഖാവ് ആര്യ രാജേന്ദ്രൻ, വയസ്സ് 21. കേരളത്തിലെ തിരുവനന്തപുരത്തിൻ്റെ പുതിയ മേയർ. ലോകത്തിലെ ഒരു പ്രധാന നഗരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരിക്കും അവർ. ഇതായിരുന്നു ആ പോസ്റ്റ്. 21 വയസ്സുള്ളപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അന്നേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. 5 വർഷം മുന്നേ ആര്യയെ അഭിനന്ദിച്ച് പോസ്റ്റിട്ട അതേ സൊഹ്റാൻ മംദാനി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിലെ മേയറായിരിക്കുന്നു. ന്യൂയോർക്ക് നഗരത്തിൻ്റെ 111ാമത് മേയറാണ് സൊഹ്റാൻ മംദാനി. ഇപ്പോൾ സൊഹ്റാൻ മംദാനിയെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. കേരളത്തിൻ്റെ ജനകീയ ആസൂത്രണ മാതൃക നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മേയർ ആര്യ ന്യൂയോർക്ക് മേയർ മംദാനിയെ ക്ഷണിച്ചിരിക്കുന്നത്. മംദാനിയെ അഭിനന്ദിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഈ ക്ഷണമുള്ളത്. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളുടെ പ്രസക്തിയുടെയും അവ ലോകം എമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതീക്ഷയും പ്രചോദനവും ആകുന്നതിൻ്റെയും ശക്തമായ തെളിവാണ് മംദാനിയുടെ ഈ വിജയം എന്നാണ് ആര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. നമ്മൾ വസിക്കുന്ന ഭൂമിയോടും നമുക്ക് ചുറ്റുമുള്ളവരോടും കരുതലുള്ള മനുഷ്യർ, അവർ കേരളത്തിലായാലും ന്യൂയോർക്കിലായാലും ജനങ്ങളെ മുൻനിർത്തിയുള്ള ഭരണം തിരഞ്ഞെടുക്കുന്നതിൻ്റെ നേർചിത്രം കൂടിയാണത്. ഞങ്ങളുടെ തിരുവനന്തപുരം സന്ദർശിക്കാനും കേരളത്തിൻ്റെ സ്വന്തം ജനകീയ ആസൂത്രണ മാതൃക നേരിട്ട് കാണാനും ഞങ്ങൾ താങ്കളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദനങ്ങൾ, ഐക്യദാർഢ്യം. ഇതാണ് മേയർ ആര്യയുടെ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ന്യൂയോർക്ക് നഗരത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ വംശജനായ മേയറായി മാറിയിരിക്കുകയാണ് 35-കാരനായ സൊഹ്റാൻ മംദാനി. ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ മംദാനിയുടെ ഈ വിജയം അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പരസ്യമായി പലതവണ ആഹ്വാനം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും നയങ്ങളെ ശക്തമായി വിമർശിച്ചതിലൂടെ ഏറെ ശ്രദ്ധേയനായിരുന്നു മംദാനി. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന മംദാനിയെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നായിരുന്നു ട്രംപ് തൻ്റെ പ്രസംഗങ്ങളിൽ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ വംശീയായ ചലച്ചിത്ര സംവിധായകൻ മീര നായരുടെയും ഇന്ത്യയിൽ വേരുള്ള ഉഗാണ്ടയിലെ അക്കാദമിക് വിദഗ്ധൻ മഹ്മൂദ് മംദാനിയുടെ മകനാണ് സൊഹ്റാൻ മംദാനി. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്ക് നഗരത്തിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്ന് സൊഹ്റാൻ മംദാനി പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ ന്യൂയോർക്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് നടപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗാസയിലെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഗാസയിൽ വംശഹത്യ നടത്തിയ യുദ്ധക്കുറ്റവാളിയാണ് നെതന്യാഹു എന്നും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ മംദാനിക്ക് അധികാരം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചാൽ നെതന്യാഹു ഇനി അമേരിക്കയിൽ വരണമെങ്കിൽ ന്യൂയോർക്ക് ഒഴിവാക്കേണ്ടി വരും.